ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തട്ടിക്കൂട്ട് അവിയലാണ് കേട്ടോ. തട്ടിക്കൂട്ട് അവിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൽ ബാക്കിയുള്ള പച്ചക്കറി കഷ്ണങ്ങളൊക്കെ എടുത്ത് നമ്മൾ തൈര് ഒഴിക്കാതെയാണ് അവിയൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെന്തൊക്കെ വേണം? എൻ്റെ ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് കോവയ്ക്ക, പയർ, മുരിങ്ങക്കായ, അതേപോലെ ചീരയായിരുന്നു ഒന്ന് താളിച്ചത് കേട്ടോ ഉച്ചക്കത്തെ കറിക്ക്. അപ്പോൾ നമ്മൾ ആ ചീരയുടെ തണ്ട് കളയാതെ, അത് നല്ല ഇളം തണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഈ തൈരിന് പകരം നമ്മൾ ഇത്രയും പുളിയാണ് കേട്ടോ പിഴിഞ്ഞൊഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി വീട്ടിൽ തൈര് ഇല്ലെങ്കിൽ അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്ന ഓർത്ത് വിഷമിക്കേണ്ട. നമ്മുടെ ഈ പുളി പിഴിഞ്ഞൊഴിച്ചാൽ മതി കേട്ടോ. തൈര് ഒഴിച്ചതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മളിത് 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, അതേപോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെ ആവശ്യത്തിന് ചേർത്ത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 വിസിലടിച്ച് ഓഫാക്കിക്കോളൂ കേട്ടോ, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനി അരപ്പ് തയ്യാറാക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടോ. ഇനി അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരവിയത്, അതേപോലെ കറിവേപ്പില, ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ജീരകം, പച്ചമുളക്, ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ 2 വിസിലടിച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അവിയൽ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്ര വേവണ്ടെന്നുള്ളവർ 1 വിസിലടിച്ചാൽ നിർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ തേങ്ങ ചതച്ചത് നമ്മുടെ അവിയലിലേക്ക് ഇട്ടു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ഒരു മണം അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നോക്കിയാൽ മക്കളെ നോക്കൂ, നമ്മുടെ അവിയൽ ഇതുപോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ: നാടൻ ചീര താളിച്ചത്, തട്ടിക്കൂട്ട് അവിയൻ, മുട്ട ഓംപ്ലേറ്റ്, ലെമൺ പിക്കിൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ബൈ.